ആ മതി, നന്നായി ഇളക്കിക്കോ. ആ വെള്ളുകിട്ടേങ്ങ് എടുത്തിട്ട് വാ. കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയേ. കള്ളൻ കള്ളൻ ഓടിവായോ കള്ളൻ. ഞാനൊരു വഴിപോക്കലാണ്. അതെ, ലൈറ്റ് കണ്ടപ്പോ ഇത് സിനിമ ആണെന്ന് കരുതി അല്ലെങ്കിൽ വഴി പറഞ്ഞല്ലോ. അയ്യോ അയ്യോ എന്നാ ചെയ്യല്ലേ. സത്യം പറയാം, ഞാൻ ചെയ്തവനാണ്. അടി നിർത്തുക. പിന്നെ ആരാന്നാ കരുതിയത്? ഇതുവഴി പോയപ്പോ ആളും വെളിച്ചവും കണ്ട് എന്താന്ന് അറിയാന്ന് വിചാരിച്ച്. അതെ, ഇവിടുത്തെ പെൺകൊച്ചിന്റെ കല്യാണം നിശ്ചയ നാളെ. അത് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെയോ? ഇതൊന്ന് വെച്ചോളൂ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കുട്ടിയെ ഇന്ന് ഇങ്ങോട്ട് വരണ്ടാന്ന്. അത് പിന്നെ ഭദ്രയ്ക്ക് മുറുക്കാൻ വേണോന്ന് അറിയാൻ, അല്ല മുത്തശ്ശിക്ക് മുറുക്കാൻ വേണോന്ന് അറിയാനായിട്ട്. അത് നീ നട്ടാ പാതിരക്ക് തലയിൽ കൊട്ടയിട്ട് കള്ളനെ പോലെ വരണം. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട്. എന്നിട്ട് മുറുക്കാൻ എവിടെ? മുറുക്കാൻ മറന്നുപോയി. വേണമെങ്കിൽ ഇപ്പൊ വാങ്ങിക്കോട്ടെ. വേണ്ട. എങ്ങോട്ടാ? തിരിച്ചു പോവാ. മോളെ സുഭദ്രേ, വേഗം ചെന്നിട്ട് കുഴമ്പെടുത്തോണ്ട് വരൂ. അല്ലെങ്കിൽ നാളെ കല്യാണ ചെക്കൻ ചട്ടുകാലിനാണെന്ന് നാട്ടുകാർ പറയും. നമസ്കാരം. എന്താ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം റെഡിയാണ് സർ. മുഹൂർത്തമായി. സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ചേച്ചിയും കുട്ടിയാണ്. മോൻ എക്സാം എടുത്തിരിക്കുക. നാട്ടിലാണെങ്കിൽ പ്രശ്നമില്ല. ഡൽഹിയിൽ നിന്നൊക്കെ ഇവിടം വരെ വന്നു പോകാൻ ബുദ്ധിമുട്ടല്ലേ? കല്യാണത്തിന് എന്തായാലും വരും. അത് മതി സാർ. എന്നാ ഇനൊട്ടും വൈകണ്ട. വരിക. ഇത് നമ്മുടെ MP ജോസഫ് സെബാസ്റ്റ്യൻ സാർ. ഇത് ഭദ്ര. അധികം ഫോർമാലിറ്റി ഒന്നും വേണ്ടോ. വിവാഹത്തിന്റെ അഡ്വാൻസ് ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ. കല്യാണത്തിന് മുമ്പേ ഇത്രയും ഷോപ്പിംഗ് ആണെങ്കിലേ കല്യാണത്തിന് ശേഷം ഞാനൊരു കൈക്കൂലിക്കാരനായ മാത്രം പോരാ, ഒരു കൊള്ളക്കാരൻ തന്നെ ആകേണ്ടി വരും. പിന്നെ സാരികളുടെയും മറ്റും കൂട്ടത്തില് 3-4 കുട്ടി ഫ്രോക്കുകളൂടെ കണ്ടല്ലോ. ചേച്ചിയുടെ കുട്ടികൾക്കാ. അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു നമുക്കുണ്ടാകാൻ പോകുന്ന മോക്ക് അഡ്വാൻസ് ആയിട്ട് പോകുന്നുണ്ടോ. കേറിക്കോളൂ. അതെ, നമ്മുടെ മോക്ക് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഭദ്രയുടെ മോളല്ലേ ഭദ്രകാളി. അപ്പൊ മോനാണെങ്കിലും? മോനാണെങ്കിൽ കാളിദാസ് അല്ലെങ്കിൽ കാളീശ്വരൻ. MP-യുടെ കാറാണല്ലോ അത്. എന്തു പറ്റി സാർ? റേഡിയേറ്ററിന്റെ പൈപ്പ് പൊട്ടിയെന്നാ തോന്നണേ. തൊട്ടടുത്ത് വർക്ക്ഷോപ്പ് വല്ലതും? അടുത്തെങ്ങുമില്ല, കുറച്ചു ദൂരം പോണം. സാറങ്ങോട്ടാ? ബംഗ്ലാവിലേക്ക്. സാറെന്നാ എന്റെ കാറിൽ പൊക്കോളൂ. ഞാൻ ഈ കാർ ശരിയാക്കി അങ്ങോട്ട് കൊണ്ടുവന്നോളാം. അല്ല, അതിപ്പം ഒരു പ്രശ്നമില്ല സാർ. സാർ കയറിക്കോളൂ. വരൂ. സുഭദ്രേ, സാറിന്റെ കാറ് കേടുവന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങും കാപ്പൂടിയും ഒക്കെ കഴിഞ്ഞിങ്ങനെ. ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ. അത് സാരമില്ല സാർ. ഭദ്രേ, സാറിന്റെ ബംഗ്ലാവിൽ ഇരുന്നാ മതി. ഞാൻ ഉടനെ എങ്ങെത്തിക്കോളാം. സാറ് കയറിക്കോളൂ.
ചാക്കോച്ച ആ കുട്ടി വിളിച്ചകത്തിരുന്നു. ഓ വരൂ കുഞ്ഞെ. ഇവിടെ ഇരുന്നോളൂ. ഒന്നുമില്ലടോ, ജയദേവനും ഭദ്രയും കാറപകടത്തിൽ മരിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? രണ്ടുപേരും കാറപകടത്തിൽ മരിച്ചിരിക്കുന്നു.